പരിശുദ്ധാത്മാവ് നിറഞ്ഞ അഭിഷക്തൻ പറയുകയാണ്, എനിക്കൊരു സന്തോഷമുണ്ട് നിങ്ങളോട് പറയാൻ. എന്റെ ദൈവത്തിന്റെ കൈ ഇന്ന് എനിക്ക് അനുകൂലമായതുകൊണ്ട് എന്റെ മുൻപിൽ പ്രതികൂലമില്ല. എന്റെ പ്രതികൂലങ്ങളെ എന്റെ ദൈവം മാറ്റി. ഭയന്ന് നിൽക്കുന്നവർക്ക് മുൻപോട്ട് പോകാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഭയപ്പാടികളെ വരുത്തുന്ന പോരാട്ടങ്ങളുണ്ട്. സ്വന്തം അവയെ കണ്ട് ഭയപ്പെടരുത്. മുൻപോട്ട് കാലുകൾ വയ്ക്കാൻ തയ്യാറായാൽ കർത്താവിനെ കരം പിടിച്ചു നടത്തും. തീരത്ത് വന്ന് നിന്നപ്പോൾ യഹോവയായ ദൈവം മോശയോട് ചോദിക്കുക, മോശേ നീ എന്തിനാ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നത്? പീഡകൾ നിമിത്തം അവര് ഞെരുങ്ങി നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. അത് ഓഫീസിലായാലും ഏത് മേഖലയിലായാലും നിങ്ങളെ സഹായിക്കാൻ യഹോവയായ ദൈവം ഒരാളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരും. നിങ്ങൾക്ക് അനുകൂലമായി ഒരാളെ തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്വപ്നം ചെയ്തോണം. നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുവാൻ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇടയിൽ നിൽക്കാൻ ഒരാളെ ദൈവം തന്നെങ്കിൽ നടക്കുന്നവന്റെ മുന്നിൽ സ്വർഗ്ഗം തുറക്കുന്ന ദിവസമാണിത്. പ്രതികൂലം കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. പക്ഷെ ദൈവം മോശയോട് പറയുക, ജനത്തെ മുൻപോട്ട് നടത്താൻ, നീയും അവരുടെ കൂടെ നിൽക്കാതെ ജനത്തെ മുൻപോട്ട് നടത്താൻ. മോശയ്ക്ക് ഒരു സങ്കടമുണ്ടായി. എങ്ങനെ നടത്തും? മുൻപിൽ വഴിയില്ലല്ലോ. സ്വതന്ത്രം പറയൂ, സകല വഴിയും അടയുമ്പോൾ തുറക്കുന്ന ഒരു വഴിയുണ്ട്. കരുണയുടെ വഴിയാ. സ്വന്തം ഏതെല്ലാം നന്മയെ കെട്ടിയാലും നിന്റെ മുന്നിൽ കരുണയുടെ വാതിൽ തുറക്കാൻ വഴിയില്ല. നോക്കി നിൽക്കേ, യഹോവയായ ദൈവം അവരുടെ മുന്നിൽ വഴിവെട്ടി.